അപ്പൊ ഷാബു അതുകൊണ്ട് പ്രസാദ്, ഈ ഇനി ബാക്കിയുള്ളത് മന്ത്രിയും തന്ത്രിയുമാണ്. ഇവരിലേക്ക് അന്വേഷണം പോകുമോ എന്നുള്ള കാര്യം കൂടിയുണ്ടല്ലോ. അതിൽ തന്ത്രി അത് ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്ന ആളല്ല എന്ന രീതിയിൽ അത് അന്വേഷണത്തിൽ നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയും. മന്ത്രിക്കും അതേ രീതിയിൽ തന്നെയാണ്. ഒരു ഫയലിലും ഒപ്പിടുന്നില്ല ഇതേക്കുറിച്ചുള്ള എന്ന രീതിയിൽ മാറി നിൽക്കാൻ പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ കാര്യങ്ങൾ? അല്ല, വേറൊരു ആംഗിളും കൂടെ ഇവിടെ പറയുകയാണ്. ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷനാണിത്. നിങ്ങൾ നോക്കിക്കോളൂ മഞ്ജുഷെ, ഈ വലിയ താമസമില്ലാതെ കോൺഗ്രസും CPM-ഉം ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഒരു യോജിപ്പിലെത്തും. നിങ്ങൾ നോക്കിക്കോളൂ, അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ഇത് ഈ UDF ഇതൊരു വിഷയമായി ഉന്നയിക്കില്ല, ഒരു സംശയവുമില്ല. കാരണം ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഇപ്പോൾ തുടങ്ങിയ ഒരു ഏർപ്പാടല്ല. ഇതിന് ഒരുപാട് പഴക്കമുണ്ട്. ഇപ്പം ഇവിടെ ഈ പോറ്റി ഈ വൃത്തികേട് കാണിച്ചുകൊണ്ടിരുന്ന കാലത്ത് മുഴുവൻ, അതായത് അയാളുടെ പേരിൽ ആരോപണം വരുന്നത് ഇപ്പോഴാണ്, പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ മനുഷ്യൻ എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ വസതിയിലെത്തി സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുക്കുന്ന അത്ര സ്വാധീന ശക്തി നേടിയത്. ഇപ്പൊ ഇവിടെതാ എനിക്ക് ഏറെ ഒരുപാട് ബഹുമാനമുള്ള കോൺഗ്രസ് നേതാവാണ് സേനാപതി വേണു ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട സേനാപതി വേണു, അങ്ങ് എത്ര കാലമായി ഈ കോൺഗ്രസിൽ കടന്ന് കയ്യിലുകുത്തുന്നു? താങ്കൾക്ക് സോണിയാഗാന്ധിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുമോ? രാഹുൽ ഗാന്ധിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് ആ ഡൽഹി പോയി കാത്തു കെട്ടി കടന്നാൽ താങ്കൾക്കൊന്ന് കാണാൻ പറ്റൂ? ഇപ്പോഴത്തെ സോണിയാഗാന്ധി അല്ല, അന്ന് UPA ചെയർപേഴ്സൺ ആയിരുന്ന സമയത്തെ കൂടി ഓർക്കണം. അതെ, UPA ചെയർപേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ, അതായത് പ്രധാനമന്ത്രിക്ക് മേലുള്ള ആള്, പ്രധാനമന്ത്രിക്ക് മേലുള്ള. ഇപ്പോഴത്തെ സോണിയാഗാന്ധിയെ കാണാൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയെ കാണാൻ ഞാൻ എഴുതി വെച്ചു തരാം. സേനാപതി വേണുവിന് പറ്റില്ല, നടക്കില്ല. അവിടെ ഡൽഹി പോയി നിങ്ങൾ കിടന്ന പോലും നടക്കില്ല. അങ്ങനെ അത്ര വലിയ സ്വാധീന ശക്തി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ കിട്ടി? അയാളുടെ പേരിൽ ആരോപണങ്ങൾ വരുന്നത് ഇപ്പോഴാണ്, ശരി. പക്ഷേ അയാൾ ഈ തെണ്ടിത്തരം മുഴുവൻ കാണിച്ചുകൊണ്ട് നടന്നിരുന്ന കാലമാണത്, ഒരു സംശയം വേണ്ട. അല്ലാതെ 2019 അല്ലെങ്കിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത് വരെ വളരെ സാത്വികനും നല്ലവനുമായിരുന്ന പോറ്റി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് മാറിയതല്ല. താങ്കൾ ഈ ഉന്നയിക്കുന്ന ഈ കാര്യമുണ്ടല്ലോ, താങ്കൾ ഈ ഉന്നയിക്കുന്ന കാര്യം CPM കൂടി ഉന്നയിക്കുന്ന ആരോപണമാണ് കേട്ടോ. ജോൺ ബ്രിട്ടാസ് ഇക്കാര്യത്തിൽ വിശദമായിട്ട് പറയുന്നുമുണ്ട്. അവിടെയാണ് മറ്റൊരു ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇത് CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാരയാണ് അവിടെ വ്യക്തമാകുന്നതെന്ന്. ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇതേ കാര്യമാണ് പറഞ്ഞത്. ഈ സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുത്തയാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന്. അപ്പോൾ കോൺഗ്രസിനുള്ള ബന്ധം ഈ കാര്യത്തിൽ, ഈ ശബരിമല വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നതിൽ, അത് മാത്രമല്ല പ്രയാർ ഗോപാലകൃഷ്ണൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആനയിക്കുന്നത്, ഇല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, ഈ ഗോവർദ്ധനെയോ പങ്കജ് ഭണ്ഡാരിയോ ആനയിക്കുന്ന ഒരു ഫോട്ടോ കൂടി പുറത്തു വിട്ടിട്ടുണ്ട് CPM ഹാൻഡിൽ. ഒരു മിനിറ്റ് മഞ്ജുഷേ, ഞാൻ പറയുന്നത് ഇനി ഇതിന്റെ അകത്ത് വേറൊരു കാര്യങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. ഇന്നിപ്പോ SITയുടെ വേറൊരു നിഗമനം വന്നല്ലോ, ഈ അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത് സംഘം എന്ന് പറയുന്നത്. അതായത് ഈ പൊതുജനം അധികം ശ്രദ്ധിക്കാത്ത ഒരു വലിയൊരു മാഫിയയാണ്. ഈ ഇവിടുന്ന് പഴയ വിഗ്രഹങ്ങൾ, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള, 500 വർഷം പഴക്കമുള്ള ഒക്കെയുള്ള വിഗ്രഹങ്ങൾ ഇവിടെ കൊണ്ടുപോയി, ഇതിനൊക്കെ വലിയ മാർക്കറ്റ് ഈ വിദേശ രാജ്യങ്ങളിലുണ്ട്. ഇത് നമ്മുടെ ജനങ്ങളുടെ, നമ്മുടെ ദൈനംദിന കാര്യങ്ങളെ ബാധിക്കാത്തൊരു വിഷയമായതുകൊണ്ട് വളരെ നിശബ്ദമായിട്ട് നടക്കുന്ന ഒരു വൻ നെറ്റ്വർക്കും ഒരു വൻ മാഫിയയുമാണ്. കോടികളാണ് ഓരോ വിഗ്രഹത്തിന്റെയൊക്കെ വില. അത് മേടിച്ച് വീട്ടിലെ ഷോക്കേസിൽ കൊണ്ടുവെക്കാൻ ഈ സാഹിബന്മാർക്കൊക്കെ വലിയ താല്പര്യമാണ്. നമ്മൾ തുടക്കം തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഇത് സ്വർണത്തിന് വേണ്ടി മാത്രമല്ല, ആ അമൂല്യമായ വസ്തുക്കളിന്മേലുള്ള കണ്ണാണ് ഇതിന് പിന്നിലെന്ന്, അല്ലെ? ഇതിനൊക്കെ വേറൊരു കാര്യത്തിനും കൂടി ഇത് പറയേണ്ടി വരും. ഇത് എങ്ങോട്ടാണ് എത്തുന്നത് എന്നുള്ളത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി ചരട് കെട്ടിയ UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധിയുടെ സഹോദരി ഈ ഇറ്റലിയിൽ പുരാവസ്തു കള്ളക്കടത്ത് കേസുള്ളവരും ആ ബിസിനസ് നടത്തുന്നവരുമാണ്. അതുപോലെ വൈൽഡ് ഗസ്സായി പോയല്ലോ ശ്രീ ഷാബു പ്രസാദ്. സെയിം തന്നെയാണ് CPM ഹാൻഡിലുകളും പറയുന്നത്. CPM ഹാൻഡിലുകളും ഇതേ രീതിയിലാണ് സംസാരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നോക്കിക്കോളൂ മഞ്ജുഷേ, അടുത്ത ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ വലിയ താമസമൊന്നുമില്ലാതെ CPM-ഉം കോൺഗ്രസും ഇതിന്റെ മുകളിൽ ഒരു ധാരണയിലെത്തും. ഇതിൻ്റെ അകത്ത് യാതൊരു സംശയവും വേണ്ട, ഒരു സംശയം വേണ്ട. ഈ കേസ് ഡൗൺ പ്ലേ ചെയ്യപ്പെടാൻ പോവുകയാണ്.
SIT തട്ടി നീക്കി ഇതിങ്ങനെ മുഴുവൻ കോടതിയിൽ നിന്ന് കുറെ തെറിവിളി കേൾക്കും, കോടതി എടുത്തിട്ടലക്കും, ചവിട്ടും, മെതിക്കും. അത് കഴിഞ്ഞ് കോടതിയിലും ഇഷ്ടം പോലെ വിഷയങ്ങൾ വരികയല്ലേ. ശരി, ഹസ്കർ ഇപ്പോൾ തന്നെ കോടതിയിൽ നിന്ന്